പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങിവരിക. ലാൻഡ് ഭക്ഷണം അല്ലെങ്കിൽ ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല. അത് നമ്മുടെ ഹൃദയം വീണ്ടും ദൈവത്തിന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. ആഷ് വെൻസ്ഡേയിന് ശേഷമുള്ള ഈ 2ാം ദിവസത്തിൽ ചാരം ഇനിയും നമ്മുടെ ഓർമ്മയിൽ പുതുതായിരിക്കാം. അത് ജീവിതം താൽക്കാലികമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണ ശാശ്വതമാണ്. ഇന്നത്തെ വിളി ലളിതമാണ്, എന്നാൽ ആഴമുള്ളതാണ്. മടങ്ങിവരിക. ശ്രദ്ധവിക്ഷേപങ്ങളിൽ നിന്ന് മടങ്ങിവരിക. ആത്മീയ മന്ദഗതിയിൽ നിന്ന് മടങ്ങിവരിക. മറഞ്ഞിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് മടങ്ങിവരിക. വിഭജിച്ച ഹൃദയത്തിൽ നിന്ന് മടങ്ങിവരിക. ഉപവാസം ശിക്ഷയല്ല, അത് ശുദ്ധീകരണമാണ്. നിങ്ങളൊരു ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ആ വിശപ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, കർത്താവേ, എനിക്ക് ഭക്ഷണത്തേക്കാൾ നിങ്ങളെയാണ് ആവശ്യം. നിങ്ങൾ ബലഹീനമായി തോന്നുമ്പോൾ ഓർക്കുക, എന്റെ ശക്തി ദൈവത്തിൽ നിന്നാണ്. ഈ ലെൻഡിൽ ദൈവം പൂർണ്ണ പ്രകടനം ആവശ്യപ്പെടുന്നില്ല. അവൻ സമർപ്പിതമായ ഹൃദയം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്നലെ പരാജയപ്പെട്ടിരിക്കാം. നിങ്ങൾ ഇതിനകം നിങ്ങളുടെ പ്രതിജ്ഞയിൽ പോരാടിയിരിക്കാം. അത് പ്രശ്നമല്ല. ലെൻഡ് നിർവികാര ശാസനയെക്കുറിച്ചല്ല, അത് വിശ്വസ്തമായ മടങ്ങിവരവിനെക്കുറിച്ചാണ്. യോവേൽ 2:12. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിവിൻ എന്നു യഹോവയുടെ അരുളപ്പാട്.